വൈ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്? എന്തിന് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ചെയ്യണം? ഇതിനുള്ള ഉത്തരം ഒരു 4 പോയിന്റിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഹൈ എൻഗേജ്മെന്റ് റേറ്റ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് SMS ആണ്. അത് കഴിഞ്ഞ് ഇമെയിൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാണ് വാട്സപ്പിലേക്ക് എത്തിയത്. നമുക്ക് തന്നെ അറിയാം ഇതിന്റെയൊക്കെ ഒരു ഓപ്പൺ റേറ്റ് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത്. ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു SMS അയക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ എത്ര പെർസെന്റേജ് ആളുകൾ അത് ഓപ്പൺ ചെയ്യും. ഇതാണ് ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 90% വാട്സപ്പിന്റെ ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഇന്ററാക്ട് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈസി ടു യൂസ് എന്നുള്ളതാണ്. അതായത് വാട്സപ്പ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് വെരി ഈസി ആൻഡ് കോമൺലി യൂസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ചെറിയ ഏജ് മുതൽ വലിയ ഏജ് വരെയുള്ള എല്ലാവരും ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഈസി ടു യൂസ് കാരണം തന്നെ നമുക്ക് ഈസിലി നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതാണ്. മറ്റു മാർക്കറ്റിംഗ് ടൂളിനെ അപേക്ഷിച്ചിട്ട് വാട്സപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് വാട്സപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ കോസ്റ്റിൽ തന്നെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ടാവും. പകരം API വരുന്ന സമയത്ത്, അതായത് വാട്സപ്പ് API വരുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ് വരും, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വാട്സപ്പ് ഓട്ടോമേഷൻസിന്റെ സാധ്യതകളാണ്. അതായത് നമ്മളെ ബിസിനസിന്റെ ഏത് തരത്തിലുള്ള ഓട്ടോമേഷൻസുകളും ഏത് തരത്തിലുള്ള പ്രോസസ്സുകളും നമുക്ക് വാട്സപ്പുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു ഒരു ബില്ല് അടിച്ചു. ആ ബില്ല് അയാളുടെ വാട്സപ്പിലേക്ക് അപ്പോൾ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അയാളുടെ പേര്, സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഡീറ്റെയിൽസുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഡിയർ റൈസ് എന്നുള്ള പേരിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെക്കാം. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് അയാൾക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റും. ഒരു സ്റ്റാഫിനെ ഇരുത്തി നമ്മൾ റിമൈൻഡ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. സോ വാട്സപ്പ് ഓട്ടോമേഷൻസിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. നമുക്ക് ചാറ്റ് ബോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് AI ഇന്റഗ്രേറ്റഡ് ചാറ്റ് ബോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 4 കാര്യങ്ങൾ കൊണ്ടാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്.